ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന പൃഥ്വിരാജ് സുകുമാരൻ കേന്ദ്ര കഥാപാത്രത്തെ ഏറ്റവും പുതിയ മലയാള ചിത്രമാണല്ലോ ഖരീഫ എന്ന് പറയുന്ന സിനിമ. ഇന്നത്തെ തിയേറ്ററിലെത്തിയ ചിത്രം മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കുമ്പോൾ ചിത്രത്തിന്റെ ആദ്യ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. പൃഥ്വിരാജ് സുകുമാരനെ കേന്ദ്ര കഥാപാത്രമാക്കി വൈശാഖ് അണിയിച്ചിരിക്കുക ഏറ്റവും പുതിയ മലയാള ചിത്രമാണല്ലോ ഖരീഫ എന്ന് പറയുന്ന സിനിമ. ഇന്ന് തിയേറ്ററിലോട്ടെത്തിയ ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു ബുക്കിങ്ങും അഭിപ്രായങ്ങളും സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. ചിത്രത്തിൽ കമ്മിയോ റോളി ഡയറക്ടറും കൂടി എത്തിയപ്പോൾ തന്നെ ചിത്രം തീയായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ചിത്രത്തിന്റെ ആദ്യം നല്ലൊരു കളക്ഷൻ തന്നെ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. പ്രീസെയിലൂടെ മാത്രം ചിത്രം ഇന്നലെ വരെ ഏകദേശം 6 കോടി രൂപയോളം പിന്നിട്ടപ്പോൾ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ഏകദേശം 4 കോടി മുതൽ 5 കോടിക്കടുത്തുള്ളതൊക്കെ കണ്ടെത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ആദ്യ ദിനം ഏകദേശം 10 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കുന്നുള്ള അപ്ഡേറ്റുകളും പുറത്തു വരുന്നുണ്ട്. 40 കോടിയോളം ബഡ്ജറ്റിലാണ് ഖരീഫ എന്ന് പറയുന്ന സിനിമ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ചിത്രം വലിയ കളക്ഷൻ തന്നെ സ്വന്തമാക്കിയ ബോക്സ് ഓഫീസ് വിജയം എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. നാളെ വെള്ളിയാഴ്ച ദിവസത്തെ ബുക്കിംഗ് വലിയ രീതിയിൽ ഉയർന്നിട്ടില്ലെങ്കിലും അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ബുക്കിംഗ് സ്വന്തമാക്കുന്നുണ്ട്. നാളെ ബദ്രഹം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന നിവിൻ പോളി ചിത്രം എത്തുന്നത് ഖരീഫയ്ക്ക് ഒരു വെല്ലുവിളിയായിട്ട് മാറുമെന്ന് കണ്ടുതന്നെയറിയാം. അപ്പം ഖരീഫ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.